ഫസ്റ്റ് വൺ നമ്മൾ പറയുകയാണെങ്കിൽ നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയും. അതൊരു മിത്ത് തന്നെയാണ്. കാരണം പെയിൻ ഉണ്ടെങ്കിൽ അതൊരു ഇൻഡിക്കേഷൻ എന്തോ ബോഡിക്ക് എന്തോ ഒരു നമ്മൾ പറയും എത്ര വേണമെങ്കിലും പുഷ് ചെയ്തോ പെയിൻ ഉണ്ടെങ്കിലും ചെയ്തോ അങ്ങനെ പറയും. മസിൽ പെയിൻ ആണെങ്കിൽ ഓക്കെ ശരിയാ, മസിൽ ഗ്രോത്തിന് മസിലിൽ ടയർ ഉണ്ടായി പെയിൻ കൊടുത്ത് വേണം ചെയ്യാനായിട്ട്, അത് സമ്മതിച്ചു. പക്ഷേ ജോയിൻ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മളതൊരു ഇൻഡിക്കേഷൻ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം വീണ്ടും നമ്മൾ പുഷ് ചെയ്ത് വെയ്റ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്പോട്ട് റിഡക്ഷൻ പറഞ്ഞ പോലെ ഒരു കുറേ ക്രഞ്ചസ് ചെയ്താൽ ആപ്സ് കുറയും, അതൊരു മിത്താണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓവറോൾ ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാതെ ആപ്സിൽ തന്നെ ഫാറ്റ് എടുത്ത് കളയാൻ നമുക്ക് പറ്റത്തില്ല. ഓരോ ബോഡി പാർട്ടിൻ്റെ മസിൽ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും, അല്ലാതെ ഒരു പാർട്ടിലെ മാത്രം നമുക്ക് കുറയാൻ പറ്റത്തില്ല എന്നുള്ളത്. തേർഡ് വൺ, എത്ര സ്വെറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ളവരുണ്ട്. ചിലർ എ സിയും ഫാനും എല്ലാം ഓഫ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യും. അത്രയും വേർത്തോട്ടെ, അത്രയും വേർത്തങ്ങ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് വേർക്കുമ്പോൾ അത് നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടും. നമ്മൾ ഇത്ര എന്തോ ചെയ്തു എന്നുള്ള എഫക്റ്റൊക്കെ വരും. പക്ഷേ അങ്ങനെയാണെങ്കിൽ കാനഡയിലൊക്കെ ഉള്ളവർ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ. ലാസ്റ്റ് എന്ന് പറയുന്നത് വർക്കൗട്ട് എവറി ഡേ എന്ന് പറയുന്നത്. എവറി ഡേ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. ബോഡിക്ക് വർക്കൗട്ട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റെസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോഴാണ് ആക്ച്വലി ബോഡിയിൽ ശരിക്കുമുള്ള ബേണിങ് നടക്കുന്നത്, റെസ്റ്റിൻ്റെ ടൈമിലാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു മസിൽ ഗ്രൂപ്പ്, ഫോർ എക്സാമ്പിൾ നമ്മൾ മൺഡേ നമ്മൾ ചെസ്റ്റ് മസിൽസിനുള്ള വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ 2 days ഗ്യാപ്പ് കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ ചെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. 48 hours ആ മസിൽ ഗ്രൂപ്പിന് റെസ്റ്റ് വേണം.